ഹലോ. പിന്നെ ഇന്നൊരു ഡിന്നർ സ്പെഷ്യലാണ്. എല്ലാവർക്കും ചപ്പാത്തി മടുപ്പല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡിന്നറിന് സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കണം. ഞങ്ങൾക്ക് ചപ്പാത്തി മടുപ്പാണ്. അപ്പോൾ ഉണ്ടാക്കിയ ചപ്പാത്തിക്ക് മാവെല്ലാം സെറ്റ് ചെയ്യുവാണ്. സെറ്റ് ചെയ്ത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഫില്ലിങ്സിനായിട്ട് കുറച്ച് വെജിറ്റബിൾസും ചിക്കനും ഒക്കെയാണ് വേണ്ടുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ഈ പെല്ലറ്റ് അടുപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ച് പെല്ലറ്റ് എല്ലാം നിറച്ചു. ഇതാണ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ചിക്കൻ എല്ലാം മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചപ്പാത്തി പരത്താൻ പോവാണ്. ചപ്പാത്തി പരത്താനായിട്ട് ഇങ്ങനത്തെ ഒരു ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പുറത്ത് മാവൊന്നും പോത്തൊന്നുമില്ല. പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഇതിലിട്ടൊന്ന് അയക്കുന്നു മാവ് കേട്ടോ. അങ്ങനെ ഞാൻ ഇത് 5 ക്യൂബാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ട് വെച്ച് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് പൊടി ഇട്ടിട്ട് ചപ്പാത്തി പരത്താൻ പോവാൻ. ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ ചപ്പാത്തി റൗണ്ട് ആക്കി എടുക്കാനൊന്നും. അങ്ങനെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കല്ല് വെച്ചു ചപ്പാത്തി ചുടാൻ വേണ്ടി. അങ്ങനെ ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുവാണ്. ഇത് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്, കാരണം ഇത് നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വേഗാത്തടം എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ചപ്പാത്തി എല്ലാം ചുട്ടെടുക്കാനുള്ള ധൃതിയിലായിരുന്നു. അങ്ങനെ ഞാൻ ചപ്പാത്തി എല്ലാം പെരുക്കെ ചുട്ടെടുക്കുവാണേ. അങ്ങനെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യാന്ന് വെച്ചു. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മുട്ടയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഉപ്പ്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാന്ന് വെച്ചു. അങ്ങനെ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുവാണ്. പിന്നെ അതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കൻ ഞാനൊന്ന് കട്ട് ചെയ്യുവാണ്. കുറച്ച് കുഞ്ഞ് പീസായിട്ട്. അതിന് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ലതുപോലെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാപ്സിക്കം, ക്യാബേജ്, തക്കാളി, സവാള ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ സോസ് ഉപയോഗിക്കത്തില്ല. ഇത് ഞാൻ മയോണൈസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഈ മയോണൈസിൽ ഉപ്പുള്ളത് കൊണ്ട് വെജിറ്റബിൾസിൽ ഉപ്പിട്ടില്ല. അങ്ങനെ മയോണൈസ് ഒഴിച്ച് നല്ലതുപോലെ ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഫില്ലിങ്സിനായിട്ട് ആ മുട്ടയുടെ ഒരു ഭാഗം എടുത്തു. കുറച്ച് വെജിറ്റബിൾസും ചിക്കനും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്സ് ഇതിലോട്ട് വെച്ചിട്ട് കുറച്ച് മയോണൈസ് ഒഴിച്ചു. അങ്ങനെ ഞാൻ റോൾ ഇത് സെറ്റ് ചെയ്യുവാണ്. നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഈ ഫില്ലിങ്സ് കഴിക്കുന്ന സമയത്ത് താഴെ ഒന്നും പോകത്തില്ല കേട്ടോ. അപ്പം ഭയങ്കര സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഹെൽത്തിയാണ്. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, സി യു.